ലിവർപൂൾ ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അത് അവരുടെ ആ മാനേജ്മെന്റ് ഇത്തവണ കാണിച്ചിട്ടുള്ള അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ്. ഇപ്പോൾ അവരുടെ ആ ഒരു അഗ്രസീവായിട്ടുള്ള അപ്രോച്ച് നമ്മൾ മുമ്പ് കാണാത്തൊരു സംഗതിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ അവരാദ്യം വെറ്റ്സിനെ സൈൻ ചെയ്തു, 100 മില്യൺ പ്ലസ് കൊടുത്ത് സൈൻ ചെയ്തൊരു പ്ലെയറാണ്. അതിനുശേഷം എക്കിറ്റിക്ക് 95 മില്യൺ. അതിനുശേഷമാണ് പിന്നെ ഈ പറയുന്ന പോലെ ഇസാക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ലിവർപൂൾ ആരാധകരോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്കാണെങ്കിലും പേഴ്സണലി അറിയാവുന്ന ഒത്തിരി പേരുണ്ട്, പിന്നെ നമ്മുടെ ചാനലിലാണെന്നവരൊക്കെ സംസാരിക്കുന്നത് അവരെല്ലാവരും തന്നെ ഒരു അത്ഭുതത്തിലാണ്. കാരണം മാനേജ്മെന്റ് എന്ത് പറ്റി, കാരണം അവർ അത്രയും അഗ്രസീവായിട്ട് ഇസാക്കിനെ നമുക്കറിയാം കഴിഞ്ഞ 2 സീസണിൽ 20-ലധികം ഗോൾ പ്രീമിയർ ലീഗിൽ അടിച്ചിട്ടുള്ള വളരെ പ്രൂവൺ ആയിട്ടുള്ള. ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഈ ഫുട്ബോളിൽ ഇപ്പോൾ ജനറലി നോക്കിക്കഴിഞ്ഞാൽ സ്ട്രൈക്കേഴ്സ് വളരെ വലിയൊരു ക്ഷാമം നേരിടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഒരു ആവറേജ് എന്ന് തോന്നുന്ന പ്ലേയേഴ്സ് ഒരു ഭയങ്കര ഹൈ റേറ്റിലൊക്കെയാണ് ഇപ്പോൾ പലരും പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പല ട്രാൻസ്ഫറുകളും നടന്നു, ഭയങ്കര ഹൈ എമൗണ്ടിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ അഗ്രസീവായിട്ട് ഇപ്പോൾ എക്കിറ്റിക്കേനെ കൊണ്ടുവന്നു. എക്കിറ്റിക്കയുടെ ഒരു സിമിലർ ആയിട്ടുള്ള, അല്ലെ സോറി ഇസാക്കിൻ്റെ ഒരു സിമിലർ പ്രൊഫൈലാണ് ആക്ച്വലി എക്കിറ്റിക്ക്. ഇപ്പോൾ ഡാറ്റ വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ വളരെ സിമിലറാണ്. ഇപ്പോൾ ബേബി ഇസാക്ക് എന്നാണ് എക്കിറ്റിക്കേനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും അതുപോലെ 2 പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് അവർ ശക്തമായിട്ട് അടുത്ത സീസണിലേക്ക് അവർ കോമ്പീറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. ലിവർപൂൾ ഇത്രയും സൈനിങ്ങൾ ഈ സീസണിൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇതിനു മുമ്പ് ലീഗ് അടിച്ച സമയത്തൊക്കെയാണ് ലിവർപൂൾ ആ സമയത്ത് പോയി പെട്ടെന്ന് അങ്ങനെ വലിയ രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല. അവർ ആ നിലവിലുള്ള ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ലിവർപൂൾ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ലീഗിലേക്ക് ജനറലി നോക്കിക്കഴിയുമ്പോൾ മാൻ സിറ്റി ആണെങ്കിൽ ചെറിയൊരു പരിങ്ങൽ പോലെയാണ്. ഇപ്പോൾ ഒരു 2-3 വർഷം മുമ്പ് ഇപ്പോൾ ഏതൊരു സീസൺ സ്റ്റാർട്ട് ചെയ്താലും എല്ലാവരും ഇപ്പോൾ ആരാണ് ഇത്തവണ ലീഗ് അടിക്കാൻ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റി ഒരു 70% 80% സിറ്റി ഉണ്ടെന്ന് പറയും. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ലിവർപൂളിൽ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആയിട്ട് കാണുന്നുണ്ട്, ആഴ്സണലിനെ കാണുന്നുണ്ട്, മാൻ സിറ്റി ഉണ്ട്, ചെൽസി ആണെങ്കിൽ ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് അടിച്ചിരിക്കുകയാണ്. അവരാണെങ്കിലും നല്ല സൈനിങ്ങുകൾ നടത്തുന്നുണ്ട്, നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കും എന്തും ചെയ്യാം, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും കയറി വരാമെന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അങ്ങനെ അവർ സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് മാത്രമല്ല, അവരുടെ ആ കോർ പ്ലേയേഴ്സിലേക്ക് നോക്കി കഴിയുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ പൊസിഷൻ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ഗോൾ കീപ്പിങ്ങിൽ ആലിസൺ, സെൻറ്റർ ബാക്കുകളിലേക്ക് വന്നുമ്പോൾ കൊണാട്ടെ, വാൻഡൈക്ക്, പിന്നെ മിഡിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ആണെങ്കിലും ഗ്രാവൻബർഗ്, കാലിസ്റ്റർ. അപ്പം അങ്ങനെ അവിടെ പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ സല. ഓരോ ടീമിൻ്റെ കോറിലേക്ക് നോക്കി കഴിയുമ്പോൾ അവിടെ എല്ലായിടത്തും നല്ല അടിപൊളി പ്രൂവൺ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വേറെ ലീഗിൽ നിന്നോ അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അവർ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ മാത്രമല്ല ഇപ്പോൾ ആർണേഴ്സിലോട്ട് അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് കാണിച്ചിട്ടുള്ളത്. കാരണം വളരെ ആരും തന്നെ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല ഈ ഇദ്ദേഹം ഫെയ്നൂർദിൽ നിന്ന് വരുന്ന ഒരു മാനേജർ. സാധാരണ നമ്മൾ ഡച്ച് ലീഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ അയാക്സ് ആണ് എപ്പോഴും കത്തി നിൽക്കാറ്. പിന്നെ ക്ലോപ്പിന്റെ പൊസിഷനിലേക്കാണ് അദ്ദേഹം വരുന്നത് എന്നുള്ള അങ്ങനെ ഒരു വലിയ ഭാരം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്ത് പുള്ളി ഫസ്റ്റ് സീസണിൽ തന്നെ ലീഗ് അടിച്ചൊരു അത്ഭുതം കാണിച്ചു. അദ്ദേഹത്തെ പറ്റി ഏറ്റവും പറയുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഭയങ്കര ഒരു മികച്ച കമ്മ്യൂണിക്കേറ്റർ ആണെന്നുള്ള കാര്യം.